ഹല്ലേലൂയ. കർത്താവിന്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. परमेश्वर का नाम ऊंचा होने पाए। വീണ്ടും ഒരു അവസരം കർത്താവ് തന്നതിനെ ഓർത്ത് ദൈവത്തെ നന്ദിയോടെ വാഴ്ത്തുന്നു. एक और अवसर जो परमेश्वर ने दिया है इसके लिए खुदा का धन्यवाद। സോൾജേഴ്സിനെ കുറിച്ചും ഭാരതത്തിനെ കുറിച്ചും പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ ഇരുന്നു കൊണ്ട് ഒരു കാര്യം ഓർത്തോടെ ഇരിക്കുന്ന ഇരിപ്പില്ല. हमारे भारत के लिए, सेना के लिए, सैनिकों के लिए जब प्रार्थना कर रहे थे, एक बात मैं वहां पर बैठ के सोच रहा था। കാർഗിൽ യുദ്ധസമയത്തോ കാർഗിലിന്റെ തൊട്ടടുത്തായ ശ്രീനഗറിലായിരിക്കുവാനും അങ്ങനെ കാർഗിൽ യുദ്ധത്തിൽ പങ്കെടുക്കുവാനും അതിന്റെ വിജയം കാണുവാനും കർത്താവ് എനിക്ക് മടിയാക്കിയതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ നന്ദിയോടെ വാഴ്ത്തുന്നു. कारगिल की लड़ाई के अंदर एक सैनिक बनते हुए उस जीत को जीतने के लिए, जीत की उस जोश को और जुनून को अपनाने के लिए परमेश्वर ने मुझे भी सहायता किया। കർത്താവ് നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ, നമ്മുടെ ദേശത്തെ കാക്കുമാറാകട്ടെ, സൂക്ഷിക്കുമാറാകട്ടെ. परमेश्वर हम सभी को आशीष करने पाए और हमारे देश को परमेश्वर संभालने पाए, सुरक्षा देने पाए। ഒരു കാര്യം മറക്കരുത്, एक बात नहीं भूलने पाए। ചീനും ഇന്ത്യയും തമ്മിലും തനാവാണ്, പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലും തനാവാണ്, എല്ലായിടത്തും ആകെ ടെൻഷനാണ്. പക്ഷേ ഇത് മധ്യത്തിൽ നമ്മെ കാത്തു സൂക്ഷിക്കുന്ന ദൈവവും ഒപ്പം ബോർഡറുകളിൽ ഡിപ്ലോയ് ആയിരിക്കുന്ന പ്രിയപ്പെട്ട പിന്നെ പട്ടാളക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് നിങ്ങൾ മുടക്കരുതെന്ന് ഞാൻ ഓർമ്മിപ്പിക്കുന്നു. भारत देश के खिलाफ कई सारे देश, कई सारे राज्य इस समय पर उंगली उठा रहे हैं, लड़ाई करने के लिए सोच बना रहे हैं, लेकिन परमेश्वर भारत को सुरक्षा दे रहा है। साथ ही साथ हमारे सैनिक लोग जो बॉर्डर में भारत को सुरक्षा दे रहे हैं, आप सभी को हमारा धन्यवाद हम कहना चाहते हैं। ഇന്നത്തെ സന്ദേശം ഞാൻ സഭകൾക്ക് വേണ്ടി മാത്രമല്ല, ബോർഡറുകളിൽ കാത്തു സൂക്ഷിക്കുന്ന സകല ജവാന്മാർക്ക് വേണ്ടി കൂടി സമർപ്പിക്കുകയാണ്. आज का जो संदेश है सिर्फ हमारे कलिसियाओं के लिए नहीं, बल्कि हमारे बॉर्डर में हमारे लिए सुरक्षा के लिए खड़े रहने वाले हमारे जवानों के लिए भी है। പരാജയത്തെ എങ്ങനെ വിജയമാക്കുവാൻ കഴിയും? पराजय को कैसे विजय में बदल सकते हैं? അല്ലെങ്കിൽ തോൽവിയെ എങ്ങനെ വിജയമാക്കുവാൻ नहीं കഴിയും? तो हार को कैसे आप जय की ओर ले चलते हैं? ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും തോൽവിയുടെ പരാജയത്തിന്റെ കൈപ്പേറിയ രുചി അനുഭവിക്കാത്തവരായി ആരും ഉണ്ടാവുകയില്ല. जीवन के अंदर एटलीस्ट एक बार पराजय को अनुभव ना किया हुआ कोई भी नहीं होगा। പക്ഷെ പലരും പരാജയത്തിന്റെ ഒരു പ്രാവശ്യം തന്നെ ക്ഷീണിച്ച് മടുത്ത് തകർന്ന് ആത്മഹത്യയിലേക്ക് പോലും പോകുവാറുണ്ട്. लेकिन कई सारे लोग पराजय के वो फर्स्ट स्टेज में ही हार जाते हैं, दे गिव अप की एक एटीट्यूड के साथ वे आत्महत्या तक चले जाते हैं। പക്ഷെ ഇന്ന് പകൽക്കാലം നിങ്ങളും ഒരു പരാജയത്തിന്റെ വക്കിലോ അല്ലെങ്കിൽ അതിന്റെ അനുഭവങ്ങളിലോ ആയിരിക്കുന്നുവെങ്കിൽ നിങ്ങളോട് പറയുന്ന സന്തോഷ വർത്തമാനമുണ്ട്. നിങ്ങളുടെ പരാജയത്തിന്റെ കയ്പിനെ വിജയത്തിന്റെ മധുരമാക്കുവാൻ കഴിയുന്നതാണ്. अगर पराजय में आप में से कोई भी मुझे सुन रहे हैं तो मैं आप लोगों को कहना चाहता हूं कि आपके पराजय को मेरा परमेश्वर आज विजय में बदलने वाला दिन है। ഒന്ന് രണ്ട് കാര്യങ്ങൾ പ്രകാരം പറഞ്ഞ് ഞാൻ മുൻപോട്ട് പോകട്ടെ. दो तीन बातें बोलकर हम आगे की ओर बढ़ेंगे। ജീവിതത്തിനകത്ത് എവിടെയെങ്കിലും ഒരു പരാജയം സംഭവിച്ചു കഴിയുമ്പോൾ, मेरे प्रिय, जीवन के अंदर कहीं पर भी एक पराजय अगर अनुभव करें, ഒരു പക്ഷേ അതൊരു പരീക്ഷയിലാവട്ടെ, അല്ലെങ്കിൽ എഡ്യൂക്കേഷനിൽ 10ാം ക്ലാസ്സിലോ 12ാം ക്ലാസ്സിലോ 7ാം ക്ലാസ്സിലോ എവിടെയെങ്കിലും ആകട്ടെ, ഒരു പരാജയം സംഭവിച്ചു കഴിഞ്ഞാൽ, एक पराजय शायद आप लोगों के एग्जाम में होगा, आप लोगों के 10th 7th कोई भी स्टैंडर्ड में होगा, ബിസിനസ്സിൽ സംഭവിച്ചാൽ, बिजनेस में हो गया तो, കുടുംബ ജീവിതത്തിൽ സംഭവിച്ചാൽ, पारिवारिक जीवन में हो गया तो, ഒരിക്കലും നിങ്ങൾ ഞാൻ പരാജയപ്പെട്ടു എന്ന് പറയരുത്. कभी भी मैं पराजित हो गया करके नहीं बोलने पाए। Never take it as personalized. आपके जीवन के अंदर कभी भी उसको व्यक्तिगत तौर से नहीं लेने पाए। 10ാം ക്ലാസ് പരീക്ഷ തോറ്റുപോയി, 10वीं कक्षा का जो एग्जाम में मैं फेल हो गया, ഞാൻ പരീക്ഷയാണ് തോറ്റത്, ഞാനല്ല തോറ്റത്. एग्जाम में मैं फेल हुआ लेकिन मैं नहीं हारा। ഏതു നിമിഷം തോറ്റത് നിങ്ങളാണ് എന്ന് നിങ്ങൾ ചിന്തിച്ചു പോയാൽ, जिस समय पर अगर आपको लगे और आपका दिमाग कहने लगे कि तुम हार चुके हो, तुम हारे हुए हो, നിങ്ങൾക്ക് ഒരിക്കലും വിജയിക്കുവാൻ तुम കഴിയത്തില്ല. कभी नहीं जीत सकते। അതുകൊണ്ട് ഇന്ന് പകൽക്കാലം എവിടെയെങ്കിലും നിങ്ങൾ പരാജയപ്പെട്ടിട്ടുണ്ടോ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ, इसलिए आज सुबह मुझे सुनते समय आपको कहीं पर भी लगता है कि आप पराजित हो गए हैं, ഈ तो പരാജയത്തെ വിജയമാക്കുവാൻ കഴിയുമെന്ന് ഞാൻ ആത്മാവിൽ ആദ്യമായി പ്രവചിക്കട്ടെ. इस पराजय को विजय में मेरा परमेश्वर बदल सकता है करके आत्मा में मैं आपको आरंभ में ही कहता हूं। പലരും പല പരാജയങ്ങളെയും വ്യക്തിപരമായി ഏറ്റെടുക്കുന്നതുകൊണ്ടാണ് അവരുടെ പ്രതീക്ഷകൾ നഷ്ടപ്പെട്ട് അവർ ആത്മഹത്യയ്ക്ക് ഒരുങ്ങുന്നത്. कई लोग कई पराजय को व्यक्तिपरम तौर से पर्सनली अपने जीवन में लेने के कारण वे लोग आत्महत्या के अंत तक आ पहुंचते हैं। പ്രത്യേകിച്ചും ഇന്നത്തെ കാലത്ത് കുഞ്ഞുങ്ങൾ स्पेशली आज के नौजवान बच्चे
ആ പരീക്ഷകളും തോറ്റെന്നിരിക്കട്ടെ, ഒരു വിഷയത്തിന് രണ്ട് വിഷയത്തിനൊക്കെ തോറ്റെന്നിരിക്കട്ടെ, അല്ലെങ്കിൽ ഒരു ക്ലാസ്സിൽ തോറ്റെന്നിരിക്കട്ടെ. सोचने पाए अगर एग्जाम में फेल हो चुके हैं, अगर जीवन में कुछ ठीक से नहीं हो रहा है, അവർ വിഷം കുടിച്ച് ആത്മഹത്യ ചെയ്യുന്നു, ബിൽഡിങ്ങിന്റെ മണ്ടയ്ക്ക് താഴെ വീണ് ആത്മഹത്യ ചെയ്യുന്നു, അല്ലെങ്കിൽ കൈഞ്ഞരമ്പ് മുറിച്ച് ആത്മഹത്യ ചെയ്യുന്നു. അങ്ങനെ അവരുടെ പ്രവണത പെട്ടെന്ന് ആത്മഹത്യയിലേക്ക് നീളുകയാണ്. बिल्डिंग के ऊपर से कूद जाते हैं या हाथों में रहने वाला कोई प्रकार का पॉइजन खा के मर जाते हैं, कहीं ना कहीं रीति से आत्महत्या के अंत तक आप पहुंचते हैं. നിങ്ങൾ പരാജയപ്പെട്ടുവെന്ന് തോന്നുന്ന നിമിഷത്തിൽ നിങ്ങളുടെ മുൻപിലുള്ള സകല പരിശ്രമങ്ങളും തീരുകയാണ്, സകല ചാൻസുകളും തീരുകയാണ്. जिस समय पर आपको लगता है कि आप हार चुके हैं, जिस समय पर आप मान जाते हैं कि आप एक हारे हुए हैं, उस समय पर आपके सामने रहने वाले हर एक प्रकार की अपॉर्चुनिटी खत्म हो जाती है. പരാജയം എന്ന് പറയുന്നത് ഒരു താൽക്കാലികമായ ഡിലേ ആണ്, ഒരിക്കലും നിങ്ങൾ തോൽവി അടഞ്ഞിട്ടില്ല. मेरे प्रियो, पराजय बोलने से एक टेम्परेरी सिचुएशन है, आपके जीवन के अंदर जो होता है वो एक परमानेंट नहीं. എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ, നിങ്ങൾക്ക് അച്ചീവ് ചെയ്യേണ്ട ഒരു ഗോൾ, അത് അച്ചീവ് ചെയ്യുവാൻ വേണ്ടുന്നതായ എക്സ്പെക്ടേഷനിൽ നിങ്ങൾ എത്തിയില്ല എന്ന് മാത്രമേ ഉള്ളൂ. पराजय का मतलब आप एक गोल तक पहुंचना चाहते थे लेकिन आप नहीं पहुंच पाए, उसको पराजय बोलते हैं. പക്ഷെ ഇനിയും നിങ്ങൾക്ക് അവസരങ്ങളുണ്ട്. लेकिन अभी भी आपको अवसर है. ഇനിയും നിങ്ങൾ ട്രൈ ചെയ്തു കഴിഞ്ഞാൽ ആ എക്സ്പെക്ടേഷൻ നിങ്ങൾക്ക് എത്തിച്ചേരുവാൻ കഴിയും. किए हुए गलतियों को सुधार लेके आते हुए अगर और ट्राई करें तो आप उस एक्सपेक्टेड गोल तक पहुंच सकते हैं. ജീവിതത്തിൽ ആരും ഒരിക്കലും പരാജയപ്പെടണ്ട എന്ന് ചിന്തിച്ചാൽ മൂന്ന് കാര്യങ്ങൾ ചെയ്താൽ മതി. जीवन के अंदर पराजित नहीं होना है करके अगर किसी के अंदर ये सोच है तो बस तीन काम करने से काफी है. ഒന്ന്, നിങ്ങൾ ജീവകാലത്ത് ഒരിക്കലും ഒന്നും മിണ്ടാതെ വായടച്ചിരിക്കുക. एक है पूरा जीवन मुंह बंद करके चुपचाप रहना. രണ്ട്, നിങ്ങൾ ഒരിക്കലും ഒന്നിനും ട്രൈ ചെയ്യാതിരിക്കുക. दूसरा, कोई भी चीज के लिए कभी भी ट्राई नहीं करना. മൂന്ന്, നിങ്ങൾ എന്തെങ്കിലും ആകുവാൻ ആഗ്രഹിക്കാതിരിക്കുക. तीसरा, कभी भी कुछ बनने के लिए कभी प्रयत्न ना करने वाले. ഇത് മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ ചെയ്താൽ ये तीन काम अगर करने से ജീവിതത്തിൽ ഒരിക്കലും നിങ്ങൾ പരാജയപ്പെടുകയില്ല. जीवन में कभी भी आप पराजित नहीं होंगे. എപ്പോഴും പരാജയപ്പെടുന്നവർ അവരാണോ? लेकिन पराजित वो लोग होते हैं ജീവിതത്തിൽ എന്തെങ്കിലും പറയുന്നവർ, ചെയ്യുന്നവർ, എന്തെങ്കിലും ആകുവാൻ ആഗ്രഹിക്കുന്നവർ. जो जीवन के अंदर कुछ बनना चाहते हैं, कुछ बुलंदी के साथ करना चाहते हैं, कुछ बोलना चाहते हैं, जो देश के वास बनना चाहते हैं. പക്ഷേ ഒരു പരാജയം അവരെ ഒരിക്കലും തളർത്തി കളയത്തില്ല. लेकिन एक पराजय ऐसे लोगों को थका नहीं देता. പരാജയത്തിൽ നിന്ന് അവർ പാഠങ്ങൾ പഠിക്കും. वो पराजय से वो सीख लेते ആ हैं. പാഠങ്ങൾ പഠിച്ചുകൊണ്ട് അടുത്ത പടവുകളിലേക്ക് ചവിട്ടിക്കയറുവാൻ അതവർ സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആക്കി മാറ്റും. वो सीख को लेकर वे अगले पड़ाव की ओर जाने के लिए अपने पैरों को, कदमों को आगे रखते हैं. ഇന്ന് പകൽക്കാലം വീണ്ടും ആത്മാവിൽ പ്രവചിക്കട്ടെ. आत्मा में मैं भविष्यवाणी बोलूं. ആരെങ്കിലും ജീവിതത്തിനകത്ത് മടുപ്പ് അനുഭവിച്ചുകൊണ്ട് പരാജയം സമ്മതിച്ചുകൊണ്ട് എനിക്കിനി ജീവിക്കേണ്ടത് പറഞ്ഞിരിക്കുകയാണെങ്കിൽ ഇന്നത്തെ സന്ദേശം നിങ്ങൾ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുവാൻ जीवन के പോകുകയാണ്. अंदर अगर आप कहते हैं मैं थक गया हूं, थक गई हूं, मुझसे नहीं हो पाएगा, आई गिव अप करके बोलने वाले लोग, ये संदेश आपसे है. या നിങ്ങൾക്ക് വിജയിക്കുവാൻ കഴിയും. आप जीत सकते हो. നിങ്ങൾക്ക് വിജയത്തിന്റെ ഉന്നത കൊടുമുടികൾ കീഴടക്കുവാൻ കഴിയും. आप लोग जीत के झंडों को गाड़ सकते हो. നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്ഥാനങ്ങളിൽ നിങ്ങൾ എത്തിച്ചേരുവാൻ आप കഴിയും. चाहने वाले जगहों पर पहुंच सकते हो. അതിന് സരളമായ ചില കാര്യങ്ങൾ വേദപുസ്തകത്തിൽ നിന്ന് കൂടി നിങ്ങളുടെ മുൻപിൽ വയ്ക്കുവാൻ ഞാൻ കൃപയെ वचन ശരണപ്പെടുകയാണ്. की आधार से कुछ बातें मैं आप लोगों के सामने उसके तह लेके आना चाहता हूं. വളരെ പരിചിതമായ ഒരു വേദഭാഗത്തേക്കാണ് നിങ്ങൾ ശ്രദ്ധയെത്തിരിക്കുന്നത്. परिचित रहने वाले परमेश्वर के वचन की ओर अपना ध्यान को ले चले. അതിന് വൈദ്യനായ ലൂക്കോസ്, അപ്പോസ്തലനായ ലൂക്കോസ് എഴുതിയ प्रेरित लूकोस में സുവിശേഷം लिखा 5-ാം हुआ അധ്യായം उसके 5वीं अध्याय അതിന്റെ 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങളാണ് നമുക്ക് വായിക്കുവാൻ പോകുന്നത്. लूका सुसमाचार 5वीं अध्याय उसकी पहली आयत से 5वीं आयत तक हम पढ़ने वाले हैं. ഹിന്ദിയിൽ പഠിക്കുമല്ലോ. लूका रे सुसमाचार अध्याय 5 वचन 1 से 7. जब भीड़ परमेश्वर का वचन सुनने के लिए उस पर गिरी पड़ी थी और वह गनसरत की झील के किनारे पर खड़ा था, तो ऐसा हुआ कि उसने झील के किनारे 2 नावें लगी हुई देखी और मछुए उन पर से उतरकर जाल धो रहे थे. उन नावों में से एक पर जो शमौन की थी चढ़कर उसने उससे विनती की कि किनारे से थोड़ा हटा ले चले. तब वह बैठकर लोगों को नाव पर से उपदेश देने लगा. जब वह बातें कर चुका था तो शमौन से कहा, गहरे में ले चल और मछलियां पकड़ने के लिए अपना जाल डाल. शमौन ने उससे उत्तर दिया, हे स्वामी, हमने सारी रात मेहनत की और कुछ ना पकड़ा,
तो भी तेरे कहने से जाल डालूंगा। जब उन्होंने ऐसा किया तो बहुत मछलियां घेर लाए और उनके जाल फटने लगे। इस पर उन्होंने अपने साथियों को जो दूसरे नाव पर थे संकेत किया और आकर हमारी सहायता करो, और उन्होंने आकर दोनों नावें यहां तक भर ली कि वे डूबने लगी। ശൂന്യതയിൽ നിന്നും ഒരു നിറഞ്ഞു കവിയുന്ന അനുഭവത്തിലേക്ക് മാറ്റിയ പത്രോസിന്റെയും കൂട്ടുകാരുടെയും കഥ. शून्यता से एक ओवरफ्लो की एक्सपीरियंस तक ले गया हुआ पतरस और उनके मित्रों की एक कथा, അല്ലെങ്കിൽ ഗലീലയിലെ कुछ മുക്കുവന്മാരുടെ കഥ, या गलीली की कुछ मछुआरों की एक कथा, അവരുടെ പരാജയത്തെ യേശു എങ്ങനെ വിജയമാക്കി മാറ്റി എന്ന കഥ. उनकी पराजय को यीशु ने कैसे विजय में बदल दिया उसकी कथा. ഇന്ന് പകൽക്കാലം ഇത് സംസാരിക്കുമ്പോൾ ശുശ്രൂഷിക്കുമ്പോൾ ഇതുപോലെ പരാജയത്തിന് അനുഭവം ആരെങ്കിലും ആയിരിക്കുന്നുവെങ്കിൽ യേശു ഇന്ന് നിന്റെ ബോട്ടിലുമുണ്ട്. അവന്റെ പരാജയത്തെ വിജയമാക്കി മാറ്റുവാൻ പോകുന്നു. ऐसे पराजय के अंत में आके पहुंचे हैं करके सोचने वाले मुझे सुन रहे हैं, तो मैं आपसे कहना चाहता हूं कि आपके नाव में सृजनहार यीशु है और आप पराजित नहीं होंगे. ആദ്യമേ തന്നെ പറയട്ടെ, വെറുതെ ഇരുന്ന ഒരുവന്റെ എല്ലാ കഥ ഇതാ. मैं बोल रहा हूं, जैसे पहले कहा, चुपचाप बैठने वाले आलसी के साथ बैठने वाले का कथा नहीं है ये. അധ്വാനിക്കുന്നവന്റെ കഥയാണ്. परिश्रम करने वाले की कथा, ജോലി ചെയ്യുന്നവന്റെ काम കഥയാണ്. करने वाले की कथा, പഠിക്കുന്നവന്റെ കഥയാണ്. पढ़ने वाले की कथा, ബിസിനസ്സുകാരന്റെ കഥയാണ്. बिजनेस करने वाले की कथा, ശുശ്രൂഷക്കാരുടെ കഥയാണ്. सेवा करने वाले की कथा. എന്താ പറയുവാനുള്ളത്? क्या कहना है? ഞങ്ങൾ രാത്രി മുഴുവൻ അധ്വാനിച്ചു, पूरा रात हमने परिश्रम किया, പക്ഷേ ഒന്നും കിട്ടിയില്ല. लेकिन कुछ भी नहीं मिला. ഇന്ന് പകൽ താങ്കൾക്കും പറയുവാനുള്ളത് ഇതുപോലെയുള്ള കഥകളാണോ? शायद आपको भी बोलने के लिए क्या यही कथा ഒരു है? ജീവകാലം മുഴുവൻ ഞങ്ങൾ അധ്വാനിക്കുകയാണ്, पूरा जीवन हमने परिश्रम किया, ഒന്നും മിച്ചം വെക്കുവാൻ കഴിഞ്ഞിട്ടില്ല. कुछ भी हम लोग सेव नहीं कर पाए. എവിടെയോ പരാജയം മാത്രമാണ്, सिर्फ पराजय है, എവിടെയോ ശൂന്യത മാത്രമാണ്. सिर्फ शून्यता ഞങ്ങൾ है. ബിസിനസ് ചെയ്തു തകർച്ചയാണ്, बिजनेस के अंदर सिर्फ नष्टता, ശുശ്രൂഷ ചെയ്തു തകർച്ചയാണ്, सेवा में सिर्फ ജോലി ചെയ്ത് नष्टता, മിച്ചമൊന്നും ഉണ്ടാകുന്നില്ല. काम में कोई सेविंग्स ഞങ്ങളുടെ नहीं. കുടുംബ ജീവിതം ഒരു പരാജയമാണ്. हमारा पारिवारिक जीवन एक ഞങ്ങൾ पराजय. ഞങ്ങൾ വളരെ പരിശ്രമിച്ചു, हम कई परिश्रम പക്ഷേ किए, ജീവിതത്തിൽ ഒരു ഉന്നതി लेकिन കാണുന്നില്ല. जीवन में ऊंचाई नहीं, ഒന്നും പ്രതീക്ഷിക്കുവാൻ വക കാണുന്നില്ല. प्रतीक्षा करने के लिए कुछ नहीं. ഇന്ന് പകൽക്കാലം താങ്കളും ഈ അവസ്ഥയിലാണെങ്കിൽ अगर ये सुबह में आप भी ये अवस्थाओं में है ഞാൻ तो ആത്മാവിൽ പ്രവചിക്കട്ടെ, मैं आत्मा में बोलूं, ഇന്ന് പകൽ താങ്കളുടെ പരാജയത്തെ വിജയമാക്കുവാൻ എന്റെ യേശു ഇവിടെ വന്നിട്ടുണ്ട്. आज आपके पराजय को विजय में बदलने के लिए मेरा यीशु आया है. ശ്രദ്ധിക്കണമേ. ध्यान से सुनिए, ഗെന്നസരത്ത് തടാകത്തിനരികിൽ गेनेसरेत के उस किनारे के पास കുറെ പടകുകൾ അടുക്കി കിടക്കുകയാണ്. कई सारे जो नाव है वहां पर साफ करके रखा അതിൽ है. ശീമോന്റെ പടകിൽ യേശു ചെല്ലുന്നു. वो शिमोन पतरस के नाव में यीशु जाता है. ഇന്ന് പകൽക്കാലം आज सुबह പരാജയപ്പെട്ട അനേക കുടുംബങ്ങൾ ചുറ്റുവട്ടങ്ങളിലും കണ്ടേക്കാം. पराजित रहने वाले कई सारे परिवार तुम्हारे आस पड़ोस हो सकते हैं. താങ്കൾ താമസിക്കുന്ന ബിൽഡിംഗിൽ കണ്ടേക്കാം. आप लोग वास करने वाले बिल्डिंगों में होंगे, താങ്കൾ താമസിക്കുന്ന ദേശത്ത് കണ്ടേക്കാം. आप रहने वाले देशों में होंगे, പക്ഷേ ഇന്ന് അവരുടെ ആരുടെ അടുക്കലേക്ക് പോലും എന്റെ യേശു പോകുന്നതാ. लेकिन उनमें से किसी के पास मेरा यीशु नहीं जाता. ഇന്ന് പകൽ സന്ദേശം കേൾക്കുന്ന താങ്കളുടെ ഭവനത്തകത്തേക്ക്, लेकिन संदेश सुनने वाले आपके घर के अंदर, ഇന്ന് പകൽക്കാലം ദൈവത്തെ ആരാധിക്കുന്ന താങ്കളുടെ ഭവനത്തകത്തേക്ക്, आज परमेश्वर की आराधना करने वाले आपके घरों के अंदर, ഇന്ന് പകൽക്കാലം ഈ ആരാധന പങ്കെടുത്ത് വചനം ശ്രദ്ധിക്കുന്ന താങ്കളുടെ आज ഭവനത്തകത്തേക്ക്, आराधना को ध्यान कर सुनने वाले मनन करने वाले आपके घरों के अंदर, താങ്കളുടെ ബിസിനസ്സിലേക്ക്, आपके बिजनेस में, താങ്കളുടെ സഭയിലേക്ക്, आपके कलिसिया में, താങ്കളുടെ കുടുംബത്തിലേക്ക്, आपके घर में, താങ്കളുടെ ജോലി മണ്ഡലത്തിലേക്ക് आपके पारिवारिक जीवन എന്റെ में യേശു നടന്നെടുക്കുകയാ. मेरा यीशु मसीह आता है. ഇന്ന് പകൽക്കാലം आज सुबह പത്രോസ് ആ ബോട്ടിനെ വിട്ടുകൊടുക്കുവാൻ തയ്യാറായതുപോലെ पतरस जैसा वो नाव यीशु को दे दिया, താങ്കളുടെ ജീവനെ, आपके जीवन को, താങ്കളുടെ കുടുംബത്തെ, आपके परिवार को, താങ്കളുടെ സഭയെ, कलिसिया को, താങ്കളുടെ ശുശ്രൂഷയെ, सेवा को, താങ്കളുടെ ബിസിനസ്സിനെ, बिजनेस को, താങ്കളുടെ ജോലിയെ काम को യേശുവിന് വേണ്ടി വിട്ടുകൊടുക്കുവാൻ തയ്യാറാകുന്നു. यीशु के लिए दे देने के लिए तैयार है क्या? ഒന്നാമത്തെ സ്റ്റെപ്പ് വിജയത്തിൻ്റെതെന്ന് പറയുന്നത്, पहला विजय का स्टेप जो बोला जाता है, യേശു നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കണം. यीशु आपके साथ रहना है. യേശു നിന്റെ പടകിൽ यीशु ഉണ്ടായിരിക്കണം. आपके नाव में होना है. യേശു നിന്റെ ഭവനത്തിൽ ഉണ്ടായിരിക്കണം. यीशु आपके घर पे रहना है. യേശു നിന്റെ ബിസിനസ്സിൽ यीशु ഉണ്ടായിരിക്കണം. आपके बिजनेस में होना है. യേശു നിന്റെ സഭയിൽ ഉണ്ടാകണം. यीशु आपके कलिसिया में होना है. യേശു നിന്റെ ജീവിതത്തിന്റെ എല്ലാ മണ്ഡലങ്ങളിലും यीशु ഉണ്ടാകണം. आपके जीवन के हर एक मंडल में रहना है. രണ്ടാമത്തെ കാര്യം ശ്രദ്ധിച്ചോ? दूसरी बात,
ഈ മുഖവന്മാർ രാത്രിയിലാണല്ലോ സാധാരണ മീൻ പിടിക്കുവാൻ പോകുന്നത്. मछुआरे लोग रात को मछली पकड़ने जाते हैं. ഇപ്പോൾ പകൽ സമയമാണ്. सुबह का समय है. പകൽ സമയത്ത് സാധാരണയായി കടലുകളിൽ ആരും മീൻ പിടിക്കാൻ പോകാറില്ല. सुबह के समय पर साधारण तौर से मछली पकड़ने के लिए कोई नहीं जाता. സോ ഇവിടെ ശ്രദ്ധിക്കുക, यहाँ पर ध्यान कीजिए, രാത്രി മുഴുവൻ മീൻ പിടിക്കുവാൻ പോയി അധ്വാനിച്ചിട്ടും रात पूरा मछली पकड़ने के लिए परिश्रम करने के बावजूद മുക്കുവരാണോ मछुआरे हैं, അവർക്ക് കടലിനെ കുറിച്ച് നന്നായി അറിയാം, उनको समुद्र के बारे में अच्छे से मालूम है, മീനിനെ കുറിച്ച് നന്നായി അറിയാം, मछली के बारे में जानते हैं, ജീവിതത്തിൽ എക്സ്പീരിയൻസ് ഉണ്ട്. जीवन में कई सारे एक्सपीरियंस ഇതൊക്കെയായിട്ടും അന്നു രാത്രി അവർക്കൊന്നും പിടിക്കുവാൻ ये കഴിഞ്ഞില്ല. सब होने के बावजूद भी उस रात के समय पर वे लोग कुछ नहीं पकड़ पाए. അതുകൊണ്ട് അവർ ഉപേക്ഷിച്ചു. इसीलिए क्या उन्होंने छोड़ दिया? ഇനി ഒരിക്കലും മീൻ പിടിക്കാൻ പോകത്തില്ല എന്ന് പറഞ്ഞു. आज से कभी भी हम मछली पकड़ने नहीं जाएंगे, क्या बोला? ഇല്ല. नहीं मेरे प्रियो. രണ്ടാമത്തെ കാര്യം ശ്രദ്ധിക്കേണ്ടത്, दूसरी बात जो ध्यान करना है, അവർ വല കഴുകുകയായിരുന്നു. वे लोग अपने जाल को धो रहे थे. യേശു കർത്താവ് നോക്കുമ്പോൾ അവർ വല കഴുകുന്നു. यीशु मसीह जब देख रहे थे तो वे लोग अपने जाल को धो रहे थे. ആ പരാജയം സമ്മതിച്ചു കൊടുക്കുവാൻ അവർ തയ്യാറായില്ല. पराजय को मानने के लिए लोग तैयार नहीं थे. അവർ അടുത്ത പ്രിപ്പറേഷൻ ചെയ്യുകയായിരുന്നു. वे लोग अगला एक प्रिपरेशन की ओर, അടുത്ത ഒരു ട്രൈ ചെയ്യാനുള്ള ഒരുക്കത്തിലായിരുന്നു. अगला एक ट्राई करने की परिश्रम की ओर. ഇന്നലത്തെ പരാജയത്തെ മറന്നുകൊണ്ട് വരുവാനിരിക്കുന്ന വിജയത്തെ മുന്നിൽ കണ്ടുകൊണ്ട് അതിനുവേണ്ടി അവർ ഒരുങ്ങുകയായിരുന്നു. कल के आने वाले पराजय को छोड़ के कल आने वाला विजय के बारे में सोचने वाले लोग. നിങ്ങളുടെ ജീവിതത്തിനകത്ത് വിജയം പ്രാപിക്കണമെന്നുണ്ടെങ്കിൽ अगर आपके जीवन के अंदर अगर आपको विजय को प्राप्त करना है तो ഇന്നലകളിൽ നിങ്ങൾ പരാജയപ്പെട്ട് കാണാം, कल तक शायद आप पराजित हुए होंगे, നിങ്ങൾ തോൽവി അടഞ്ഞു കാണാം. आप लोग हार गए होंगे, പക്ഷേ അതിനെ ഓർത്ത് ഇരിക്കാതെ लेकिन उसको ही मानकर ना बैठते ഒരു हुए വിജയത്തിലേക്ക് പ്രവേശിക്കുവാൻ വേണ്ടി if you try for the best, अगर आप एक विजय की ओर बढ़ने के लिए अपने आप को और परिश्रम करें तो നിശ്ചയമായിട്ടും നിങ്ങൾ വിജയത്തിലെത്തിയിരിക്കും. निश्चय तो आप विजय की ओर जाएंगे. രണ്ടാമത്തെ കാര്യം, दूसरी बात, ആ പരാജയത്തിന് നടുവിലും ഒരു വിജയം മുൻപിൽ കണ്ടുകൊണ്ട് അടുത്ത ലെവലിലേക്ക് ട്രൈ ചെയ്യുക वो എന്നുള്ളതാണ്. पराजय को, कल के पराजय को देखकर कल आने वाले विजय को मन में रखते हुए वे लोग आगे बढ़ रहे ഇനി हैं. അടുത്ത കാര്യം ഇവിടെ പറയാം. अगली बात यहाँ पे बोले, പീറ്ററിന് പത്രോസ് നാവ് വിട്ടുകൊടുത്തു. पतरस ने अपना नाम यीशु को दे दिया. യേശു അല്പസമയം ശിഷ്യന്മാരോട് അല്ലെങ്കിൽ അവിടെ കൂടി വന്ന ജനത്തോട് സംസാരിച്ചു. यीशु वहां पे आए हुए लोगों को भीड़ के साथ बातें किए. അതിനുശേഷം പത്രോസോട് പറയുകയാണ്. उसके बाद पतरस से कहता है, സോ ഞാൻ ഇവിടെ ഒരു കാര്യം പറയാം. यहाँ पर एक बात बोलूं, വെയിറ്റ് upon the Lord for his due time. परमेश्वर की समय के लिए इंतजार करो. ദൈവം ദൈവത്തിന്റെ സമയത്താണ് പ്രവർത്തിക്കുന്നത്. परमेश्वर अपने समय पर काम करता है ദൈവം ദൈവത്തിന്റെ സമയത്ത് പ്രവർത്തിച്ചിരിക്കും और നിശ്ചയം. परमेश्वर अपने समय पर काम करेगा निश्चय. So wait patiently for the time of God. इसलिए आप लोग इंतजार करने पाए परमेश्वर के समय के लिए. അടുത്തത് കേൾക്കുക. अगला सुनने पाए, പത്രോസോട് പറഞ്ഞു, पतरस से कहा, നീ ആഴത്തിലേക്ക് നീക്കി വലയിറക്കുവീൻ. गहराई में जाल को डालो. പത്രോസ് തന്റെ എക്സ്പീരിയൻസ് പറഞ്ഞു. पतरस का एक्सपीरियंस कहा. He admitted his failures. पतरस ने माना कि कल के दिन में उसके जीवन में एक पराजय हुआ था, But he blindly believed in God. लेकिन वो अपने आंख मीच कर परमेश्वर पर भरोसा किया. അപ്പൊ അടുത്ത കാര്യം നിങ്ങൾ ചെയ്യേണ്ടത്, अगला जो आपको करना है, കണ്ണും അടച്ച ദൈവത്തിൽ വിശ്വസിക്കുക. आंख मीच कर परमेश्वर पर भरोसा करें. കാരണം ദൈവം ചെയ്യുമെന്ന് പറഞ്ഞാൽ അവൻ ചെയ്യുന്ന ദൈവമാണ്. क्योंकि परमेश्वर करेगा करके बोलने से वो करने वाला परमेश्वर है. കണ്ണും അടച്ച ദൈവത്തിൽ വിശ്വസിച്ചു. पतरस आंख मीच कर परमेश्वर पर भरोसा किया. പരാജയം സമ്മതിച്ചു എങ്കിലും पराजय हो गया तो भी അവൻ പറഞ്ഞൊരു കാര്യം, उसने बोला हुआ एक ഞാൻ बात, നിന്റെ വാക്കിന് വലയിറക്കാം. मैं तेरे शब्द पर, आवाज पर जाल എന്ന് बिछाऊंगा. പറഞ്ഞാൽ ഒന്ന് അവൻ കണ്ണും അടച്ച യേശുവിൽ വിശ്വസിച്ചു. एक उसने आंख मीच कर यीशु में विश्वास किया. രണ്ട് അവൻ യേശുവിനെ അനുസരിച്ചു. दो उसने यीशु की आज्ञाओं को पालन किया. He obeyed Jesus. उसने यीशु की आज्ञा पालन किया. Obedience brings the blessings of Almighty God. आज्ञाकारीपन परमेश्वर की आशीष को ले आता है. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു തുടങ്ങിയ ये सारे काम अगर हम करने लगने से, ഇന്ന് പകൽ വീണ്ടും പറയട്ടെ, താങ്കളുടെ പരാജയങ്ങളെ വിജയമാക്കുവാനായിട്ട് ദൈവത്തിന് आज सुबह പദ്ധതിയുണ്ട്. मैं कहना चाहता हूँ आपकी पराजय को मेरा परमेश्वर विजय में बदलेगा. ഇനി ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയട്ടെ. और दो बातें मैं आपके सामने ले आऊं. ഇംഗ്ലീഷ് ഡിക്ഷണറിയിൽ രണ്ട് പദങ്ങൾ അതിനകത്തുള്ളത്. इंग्लिश डिक्शनरी में दो शब्द हैं, ഡിഫീറ്റ് ആൻഡ് ഫെയിലിയർ.
डिफीट और फेलियर जैसा दो शब्द हैं। ഇത് രണ്ടും ഒരേ അർത്ഥമല്ല. ये दोनों एक ही अर्थ नहीं है। മലയാളത്തിൽ നമ്മൾ നോക്കുമ്പോൾ പരാജയം അല്ലെങ്കിൽ തോൽവിയും തന്നെ കാണാൻ കഴിയുന്നത് രണ്ടും ഒരുപോലെ എന്ന് മാത്രമാണ് നാം വിശ്വസിക്കുന്നത്. हिंदी में पराजय ही हम कहते हैं और ये एक ही शब्द है। ഇത് ഒന്ന് നൗണും ഒന്ന് വെർബുമാണ്, ഒന്ന് നാമവും ഒന്ന് ക്രിയയുമാണ്. एक जो है एक नाउन है, दूसरा एक क्रिया है। ഡിഫീറ്റ് എന്ന് പറയുന്നതിന്റെ അർത്ഥമാണ് ആരെങ്കിലും നമ്മളെ പരാജയപ്പെടുത്തി കളയുക. डिफीट का मतलब है कोई दूसरा व्यक्ति हमें पराजित कर देना। വെല്ലിംഗ്ടൺ ഡിഫീറ്റഡ് നെപ്പോളിയൻ അറ്റ് വാട്ടർലൂ. वाटरलू में वेलिंगटन ने नेपोलियन को पराजित किया। ഇത് നെപ്പോളിയനെ വെല്ലിംഗ്ടൺ പരാജയപ്പെടുത്തി. उसका मतलब है वेलिंगटन ने नेपोलियन के ऊपर एक विजय को हासिल किया, उसे पराजित किया। പക്ഷേ ഫെയിലിയർ എന്ന് പറയുന്നത് നോട്ട് മീറ്റിംഗ് ഡിസൈറബിൾ ഓർ ഇന്റൻഡഡ് ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാം ആഗ്രഹിക്കുന്ന ആ സ്ഥലത്ത് എത്തിച്ചേരുവാൻ, നാം ആഗ്രഹിക്കുന്ന ആ പരീക്ഷ പാസ്സാകുവാൻ, നാം ആഗ്രഹിക്കുന്ന ആ വിജയം കരസ്ഥമാക്കുവാൻ ആവശ്യമായിട്ടുള്ള ചില ഘടകങ്ങളുണ്ട്. ആ ഘടകങ്ങൾ നാം പ്രാപിച്ചിട്ടില്ല, അവിടെ വരെ നാം എത്തിയില്ല എന്ന് മാത്രമേ ഉള്ളൂ. फेलियर का मतलब है जहां तक हम पहुंचना चाहते हैं वहां तक हम पहुंच नहीं पाए। हमारी इच्छा है, हमारी आग्रह है, लेकिन वहां तक हम अभी तक पहुंच नहीं पाए। Once again, not meeting desirable or intended object. हम चाहने वाले जगह तक ना पहुंचना, उसको फेलियर कहते हैं। Most people have achieved their greatest success just one step beyond their greatest failure. നെപ്പോളിയൻ ഹിൽ എന്ന് പറയുന്ന വ്യക്തി പ്രകാരം പറയുന്നു, most great people have achieved their greatest success just one step beyond their greatest failure. नेपोलियन इस प्रकार कहा कि सबसे विजय प्राप्त करने वाले लोग अपने पराजय के एक स्टेप के आगे ही विजय को प्राप्त करते हैं। या Oprah Winfrey इस प्रकार कहता है, failure is another stepping stone to greatness. ओफ्रा इस प्रकार कहती है कि फेलियर एक और स्टेपिंग स्टोन है सक्सेस की ओर। Failure should be our teacher, not our undertaker. पराजय हमारा एक शिक्षक होना चाहिए, बल्कि हमें गिराने वाला नहीं। മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ പരാജയം നമ്മെ പഠിപ്പിക്കുന്ന ഒരു ടീച്ചറാകണം, അത് നമ്മളെ ഏറ്റെടുത്ത് നടത്തുന്ന ഒരു വ്യക്തിയായി മാറരുത്. हमारे जीवन की अंदर पराजय हमें सिखाने वाला, एक सीख देने वाला एक अध्यक्ष होना चाहिए, ना कि हमारे जीवन को बंद करने वाला। ഞാൻ ഇന്നലെ ഈ കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ कल जब मैं बातों को जब ध्यान कर रहा था, എന്റെ ഹൃദയത്തിലേക്ക് ഒരു വ്യക്തിത്വത്തെ ദൈവം കൊണ്ടുവന്നു. मेरे जीवन में परमेश्वर ने एक व्यक्तित्व सामने ले വിശുദ്ധ आया। വേദപുസ്തകത്തിലുള്ള വ്യക്തിത്വമല്ല, वचन के अंदर रहने वाला व्यक्ति പക്ഷെ नहीं, മുഴുവൻ ലോകവും ഇന്നും ഓർത്തുവെക്കുന്ന, അമേരിക്കയിൽ ഒരു വലിയ ചേഞ്ചസ് കൊണ്ടുവന്ന 16ാമത്തെ പ്രസിഡന്റ് ആയിരുന്ന എബ്രഹാം ലിങ്കണെ ആയിരുന്നു. अमेरिका के अंदर एक बड़ा चेंज लेके आने वाली अमेरिका का 16वां प्रेसिडेंट रहने वाले अब्राहम लिंकन के बारे ഞാൻ में അദ്ദേഹത്തിന്റെ ചരിത്രം അല്പമായിട്ടൊന്ന് പഠിക്കുവാൻ ശ്രമിച്ചു. मैं उनका चरित्र जरा पढ़ रहा था। വെറും ഒരു നിർധന കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ടവൻ, एक सरल परिवार में पैदा हुए व्यक्ति, വെറും പാവപ്പെട്ട കുടുംബത്തിൽ, നിർധന കുടുംബത്തിൽ, साधारण पुअर फैमिली में पैदा हुए व्यक्ति, തന്റെ അപ്പനും അമ്മയും ഇല്ലിറ്ററേറ്റ് ആയിരുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിദ്യാഭ്യാസവും ഇല്ലാത്തവർ, उनके माता पिता कोई भी प्रकार का एजुकेशन ना रहने वाले लोग, 9ാമത്തെ വയസ്സിൽ പെറ്റമ്മ മരിച്ചിട്ട് പോറ്റമ്മയാൽ പിന്നെ വളർത്തപ്പെട്ടവനായ എബ്രഹാം ലിങ്കൺ. नवी उम्र में अपने खुद का माता को खोने के बाद स्टेप मदर के साथ जीने वाला एब्राहम लिंकन, ജീവിതത്തിൽ പ്രാഥമിക വിദ്യാഭ്യാസം പോലും കരസ്ഥമാക്കുവാൻ കഴിയാത്ത സാഹചര്യത്തിൽ വളർത്തപ്പെട്ടവൻ, जीवन के अंदर प्राइमरी एजुकेशन भी ना मिलने वाली एक अवस्था से गुजरने वाली एब्राहम लिंकन, തന്റെ തന്നെ വാക്കുകളിൽ ആകെ തന്റെ ജീവിതത്തിനകത്ത് സ്കൂളിന്റെ പടികൾ കണ്ടിരിക്കുന്ന അല്ലെങ്കിൽ അറ്റൻഡൻസ് ലഭിച്ചിരിക്കുന്ന ആകെ ജീവിതത്തിൽ ഏകദേശം 365 ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് താൻ തന്നെ രേഖപ്പെടുത്തിയിരിക്കുന്നു. पूरे जीवन के अंदर सिर्फ 300 कुछ ही दिन है जो उनको पूरा अटेंडेंस अपने पूरे जीवन में मिला है। അമേരിക്കയിൽ 8 പ്രാവശ്യം ഇലക്ഷനുകളിൽ തോറ്റവൻ, अमेरिका के 8 बार इलेक्शन में हारा हुआ, 2 പ്രാവശ്യം ബിസിനസ്സുകളിൽ പരാജയപ്പെട്ടവൻ, 2 बार बिजनेस में पराजित हुआ। പക്ഷെ നിങ്ങൾക്കറിയാമോ, लेकिन आप जानते हैं, ഇന്നും ചരിത്രം സൃഷ്ടിച്ച, ലോകം മുഴുവൻ ഓർമ്മ വയ്ക്കുന്ന, യുണൈറ്റഡ് സ്റ്റേറ്റ് പ്രകീർത്തിക്കുന്ന യുഎസിന്റെ 16ാമത്തെ പ്രസിഡന്റായി മാറി എന്നേക്കുമായി അടിമത്തത്തെ നിർത്തലാക്കി കളഞ്ഞ ചരിത്രം കുറിച്ച ഒരു ചരിത്ര പുരുഷനായി എബ്രഹാം ലിങ്കൺ മാറി എന്നുള്ളത്. आप जानते हैं कि इतना पराजय होने के बावजूद भी पूरे संसार के अंदर याद रखने वाली अमेरिका के 16वां प्रेसिडेंट रहने वाला
स्लेवरी को, गुलामी को खत्म करने के लिए आगे रहने वाला एब्राहम लिंकन है ये व्यक्ति जिसके बारे में ഇത് मैं कह നിങ്ങൾ रहा हूं। കേൾക്കുമ്പോൾ വിചാരിക്കരുത് താൻ ഒരു വിദ്യാഭ്യാസമില്ലാത്തവനായിരുന്നുവെന്ന്. ये जब मैं बोल रहा हूं तो ये नहीं सोचने पाए कि एक अनपढ़ व्यक्ति है। താൻ ഭിന്നത്തേതിൽ അല്ല പ്രസിഡന്റ് ആകുന്നതിന് മുന്നമേ താൻ ഒരു വക്കീലായി ലോയറായി മാറിയിരുന്നു. प्रेसिडेंट थोड़ा बनने से पहले वे एक वकील बने, उसका पढ़ाई किया और एक लॉयर बने। തന്റെ കോഴ്സുകൾ പല കോഴ്സുകൾ ഉണ്ടായിരുന്നു. ഒന്ന് ഞാൻ പറയട്ടെ, അദ്ദേഹം പറയുന്നത് എന്നെ സ്നേഹിക്കുന്ന ഏറ്റവും വലിയ വ്യക്തി ആരെന്നറിയാമോ? ഞാൻ ഇന്നുവരെ വായിച്ചില്ലാത്ത പുസ്തകം എനിക്ക് ഗിഫ്റ്റ് ചെയ്യുന്നവനാണ് എന്നെ സ്നേഹിക്കുന്ന ഏറ്റവും വലിയ സ്നേഹിതൻ. वो इस प्रकार कहने लगे कि मुझसे सबसे अधिक प्रेम करने वाला व्यक्ति कौन है जानते हैं क्या? मुझे आज तक मैंने ना पढ़ा हुआ बुक मुझे देने वाला व्यक्ति, उससे वही मुझसे ज्यादा प्रेम करता है। അപ്പൊ അതിൽ നിങ്ങൾക്ക് മനസ്സിലായില്ലേ, വായിക്കുവാൻ വളരെ വ്യഗ്രതയുള്ള ഒരു വ്യക്തിയായിരുന്നു, വളരെ വായിക്കുന്ന ഒരു വ്യക്തിത്വമായിരുന്നു എബ്രഹാം ലിങ്കൻ. उससे आपको समझ में आएगा कि पढ़ाई करने के लिए, पढ़ने के लिए कितना अधिक इच्छा रहने वाला एक व्यक्ति है। താൻ ലോയർ ആയത് ഒരു സ്കൂളിലും കോളേജിലും പോയിട്ടല്ല, പക്ഷേ താൻ ഭവനത്തിലിരുന്ന് ലഭിക്കുന്ന സമയങ്ങളിൽ താൻ വായിച്ചു പരീക്ഷ എഴുതിയാണ് താൻ ലോയർ ആയത്. कोई स्कूल यूनिवर्सिटी जाके लॉयर नहीं बने, बल्कि घर के अंदर जब समय मिले पढ़ने वाले पुस्तकों को लेकर रखकर पढ़कर एग्जाम लिखकर वो एक लॉयर बने हैं। താൻ US സ്റ്റേറ്റിന്റെ പ്രസിഡന്റ് ആകുന്നതിന് മുന്നമേ US രാജ്യത്തിന്റെ ഇല്ലിനോസ് എന്ന് പറയുന്ന സ്റ്റേറ്റിൽ വളരെ ഒഫീഷ്യലായ കാര്യങ്ങൾ താൻ നയിച്ചിരുന്നു. इलिनॉस के उस प्रदेश के अंदर बड़े बड़े कामों को करने के लिए उपयोगी रहने वाला एक मनुष्य। സ്പ്രിംഗ്ഫീൽഡിലെ സ്പ്രിംഗ്ഫീൽഡിലെ കോർട്ടിൽ താൻ ഒരു അഡ്വക്കേറ്റായി ജോലി ചെയ്തിട്ടുണ്ട് വളരെ വർഷങ്ങളോ. सुप्रीम कोर्ट के अंदर एक एडवोकेट की तरह कई सारे सालों को उन सालों में उन्होंने काम किया। തികഞ്ഞ ദാരിദ്ര്യത്തിൽ ജനിച്ചു വളർന്ന, पॉवर्टी में पैदा हुए, മാതാപിതാക്കൾ ഇല്ലിറ്ററേറ്റ് ആയിരുന്ന, माता पिता अनपढ़ रहने वाले, പ്രാഥമിക വിദ്യാഭ്യാസം പോലും ലഭിക്കാതിരുന്ന, प्राइमरी एजुकेशन ना मिलने वाला, ജീവിതത്തിൽ പല പ്രാവശ്യം പരാജയത്തിന്റെ കയ്പ് രുചിച്ചറിഞ്ഞ, जीवन के अंदर कई बार पराजय को अनुभव किया हुआ എബ്രഹാം ലിങ്കൻ എന്ന വ്യക്തിത്വം एब्राहम लिंकन रहने वाला വിജയത്തിന്റെ പടവുകൾ ചവിട്ടി കയറിയെങ്കിൽ, अगर विजय के पड़ों को आगे बढ़ाया है तो, അമേരിക്ക പോലൊരു വലിയ രാജ്യത്തിന്റെ ഒന്നാമത്തെ പ്രഥമ വ്യക്തി എന്ന സ്ഥാനത്തെത്തിയെങ്കിൽ, अमेरिका के राज्य का एक पहला स्थान में आप पहुंचा तो, തന്റെ ഓരോ പരാജയങ്ങളെയും വിജയമാക്കി മാറ്റുവാൻ കഴിഞ്ഞുവെങ്കിൽ, उसके एक पराजय को अगर उसने विजय में बदल दिया है तो, ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന ദൈവദാസി, സഹോദര, സഹോദരി, കുഞ്ഞെ, മാതാവേ, തങ്ങളുടെ ജീവിതം ഇന്ന് അനുഭവിക്കുന്ന പരാജയം ഒന്നുമല്ല, ഇതിനെ നിങ്ങൾക്ക് വിജയമാക്കി മാറ്റുവാൻ കഴിയുമെന്ന് ഞാൻ ആത്മാവിൽ പ്രഖ്യാപിക്കുകയാണ്. सुनने वाले भाई, मुझे सुनने वाले बहन, सेवक सेविका, आपके जीवन के अंदर के पराजय कुछ भी नहीं है, बल्कि परमेश्वर उस पराजय को विजय में बदलेगा। പക്ഷെ ഒരു കാര്യം ഓർക്കണേ, എബ്രഹാം ലിങ്കൻ ഒരു തികഞ്ഞ ഈശ്വര വിശ്വാസിയായിരുന്നു. एक बात याद रखने पाए कि एब्राहम लिंकन परमेश्वर पे विश्वास करने वाले थे। അദ്ദേഹത്തിന് മറ്റൊരു കോട്ടുണ്ടോ? उनको एक बात है, It is not my concern that we are with the side of God. Sorry, it is not my concern that God is with us, but my concern is always that we are with God or not. वे इस प्रकार कहते थे कि ये मेरा सोच नहीं है कि परमेश्वर हमारे साथ है, लेकिन हमेशा मेरे अंदर का सोच ये है कि क्या हम परमेश्वर के साथ हैं। Because I know God is right all the time. क्योंकि वो एक इस प्रकार कहते हैं कि मैं जानता हूं कि परमेश्वर हमेशा सच्चा है। ഇന്ന് പകൽ കേൾക്കുന്ന ദൈവത്തിന്റെ പേരിൽ ദൈവം നിന്നോട് കൂടെ ഉണ്ടോ എന്നുള്ളതല്ല, നീ ദൈവത്തോട് കൂടെ ഉണ്ടോ എന്ന് പകൽക്കാലം ഒന്ന് നിന്നെ തന്നെ പരിശോധിക്കുക. सुबह आप लोग अपने आप के अंदर झांक कर देखने पाए कि परमेश्वर आपके अंदर है या नहीं करके नहीं, बल्कि क्या आप परमेश्वर के साथ हो। ദൈവം നിന്നോട് കൂടെ ഉണ്ടെങ്കിൽ परमेश्वर आपके साथ है तो നിന്റെ എല്ലാ പരാജയത്തെയും വിജയമാക്കുവാൻ കഴിയും. तुम्हारे हर एक पराजय को विजय में बदलेगा। ഒന്ന് രണ്ട് സ്റ്റെപ്പുകൾ കൂടി ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. और दो बातें बोल दे। യോശുവയുടെ പുസ്തകത്തിനകത്ത് यहोशू के पुस्तक के ഒരു अंदर വലിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമുണ്ട്. एक इंपॉर्टेंट बात होती है। അതിന്റെ 8ാമത്തെ വാക്യമാണ്. യോശുവയുടെ പുസ്തകം 1-ാം അധ്യായത്തിന്റെ 8ാമത്തെ വാക്യമാണത്. The book of Joshua chapter 1 verse number 8. यहोशू की पुस्तक पहली अध्याय उसकी 8वीं आयत इस प्रकार हमारे लिए पढ़ता है और कहता है, व्यवस्था की यह पुस्तक तेरे चित्त से कभी ना उतरने पाए, इसी में दिन रात ध्यान दिए रहना, इसलिए कि जो कुछ उसमें लिखा है उसके अनुसार करने की तो चौकसी करे, क्योंकि ऐसा ही करने से तेरे सब काम सफल हो। സഫൽ എന്ന അർത്ഥത്തിൽ എഴുതിയിരിക്കുമ്പോൾ ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത് you will have great success in your life. सफल करके जब कहा इंग्लिश में लिखा है कि तुम्हारे जीवन के अंदर तुम्हें ग्रेट सक्सेस हो, മലയാളത്തിൽ എഴുതിയിരിക്കുന്നത് നീ കൃതാർത്ഥനായി തീരുമെന്നുള്ളതാണ്, വിജയം പ്രാപിക്കുമെന്നുള്ളതാണ്. ശ്രദ്ധിക്കണം, ഇവിടെ 3 കാര്യങ്ങളുണ്ട്. വളരെ പെട്ടെന്ന് പറഞ്ഞുകൊള്ളട്ടെ. 3 बातें जल्दी से बोल दो। ഒന്ന്, നീ ദൈവവചനം എപ്പോഴും സംസാരിക്കണം. एक तो परमेश्वर का वचन हमेशा बोलते रहना। 2, നീ ദൈവത്തിന്റെ വചനം രാവും പകലും ധ്യാനിക്കണം. तो परमेश्वर का वचन सुबह और शाम तुम ध्यान करना। മാത്രം പോരാ, നീ ദൈവവചനം
അനുസരിക്കുന്നവനുമായിരിക്കണം. तीसरा, तुम परमेश्वर के वचन के अनुसार चलने वाला बनना. മൂന്ന് കാര്യങ്ങൾ കൂടി പറയട്ടെ വളരെ പെട്ടെന്ന്. 3 बातें एक और बार जल्दी से बोल दो. ഒന്ന്, നീ രാവും പകലും ധ്യാനിക്കേണ്ടത് ദൈവത്തിന്റെ വചനമായിരിക്കണം. एक सुबह शाम परमेश्वर के वचन को ध्यान करने वाले बने. അവന്റെ വാഗ്ദത്തങ്ങൾ, उसके वायदाएं, അവൻ വിശുദ്ധ വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന കൽപ്പനകൾ, उसने पवित्र शास्त्र में लिखा हुआ आज्ञाएं, അതൊക്കെ നീ രാവും പകലും ധ്യാനിക്കണം. വായിക്കണമെന്നല്ല, ധ്യാനിക്കണം. യു ഹാവ് ടു മെഡിറ്റേറ്റ് ദ ലോ ഓഫ് ദ ലോർഡ് ഡേ ആൻഡ് നൈറ്റ്. पढ़ना नहीं बल्कि उसको मनन करना है. सुबह और शाम परमेश्वर के वचन की मनन രണ്ട്, करें. അത് നിന്റെ വായിൽ ഇരിക്കണമെന്ന് പറയുമ്പോൾ you need to speak out the word of God. നീ ദൈവത്തിന്റെ വചനം സംസാരിക്കണം. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കണം. हमारे मुंह में जुबान में रहने वाले परमेश्वर का वचन, उन वायदाओं को मुंह खोलकर बोलना जरूरी है. എന്ന് പറഞ്ഞാൽ എന്റെ ഭാഷയിൽ അമ്മേഷ പറയുന്ന പോലെ ഈ നകാരാത്മക ബോലിയം बोलने वालों को छोड़ दो, सकारात्मक बातों को बोलो. നകാരാത്മക സോച്ച് ബജാർ को छोड़ दो, സകാരാത്മക സോച്ചിലേക്ക് जाओ. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ നെഗറ്റീവായ ചിന്തകൾ, നെഗറ്റീവായ സംസാരങ്ങൾ ഇതെല്ലാം വിട്ട് മാറി ജീവിതത്തിനകത്ത് പോസിറ്റിവിറ്റി കൊണ്ടുവരുന്ന ശബ്ദങ്ങൾ, ജീവിതത്തിനകത്ത് പോസിറ്റിവിറ്റി കൊണ്ടുവരുന്ന ചിന്തകൾ കൊണ്ടുവരാൻ ആഗ്രഹിക്കട്ടെ. താങ്കൾക്കറിയാമോ, താങ്കൾ ഒരു പരാജയമാണ് താങ്കൾ എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നാൽ കാര്യങ്ങൾക്ക് ഒരിക്കലും വിജയിക്കുവാൻ കഴിയത്തില്ല. अगर आप हमेशा कहते रहेंगे कि आप पराजित है तो कभी भी आप विजय को प्राप्त नहीं कर सकते. പക്ഷേ ദാവീദ് രാജാവിനെ പോലെ പറയുവാൻ കഴിയുമോ? लेकिन क्या दाऊद की तरह कह सकते हैं, എന്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടി കടക്കും. मेरे परमेश्वर के जरिए मैं इस दीवार को लांग दूंगा. എന്റെ ശക്തി കൊണ്ടല്ല, എന്റെ കഴിവ് मेरे കൊണ്ടല്ല, എന്റെ शक्ति से മിടുക്ക് नहीं, കൊണ്ടല്ല, मेरी खूबियां से नहीं, എന്റെ ദൈവത്താൽ मेरे परमेश्वर ഞാൻ से മതിൽ ചാടി കടക്കും मैं इस दीवार को लांग दूंगा. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ बोलने से വിജയത്തിലേക്ക് പോകാതവനെ തടഞ്ഞു കളയുന്ന സകല പൈശാചിക പോരുകളെയും സകല ഒബ്സ്റ്റക്സുകളെയും ഞാൻ എന്റെ ദൈവത്താൽ ചാടി കടന്നിരിക്കും നിശ്ചയം. विजय की ओर मुझे ले ना जाने वाले हर एक प्रकार की दीवारों को मैं उसके ऊपर से कूद कर जाऊंगा. രണ്ടാമത്തെ കാര്യം പറയാമോ? പൗലോസ് അപ്പോസ്തലനെ പോലെ दूसरी बात पौलुस की तरह कहने पाए, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നവനാകുന്നു. मुझे बलवंत करने वाले परमेश्वर के सामर्थ्य के जरिए मैं जयशाली हूँ. ജീവിതത്തിൽ ഒരിക്കലും ഞാൻ ചിരിച്ചു കണ്ടിട്ടില്ല. जीवन में कभी भी कुछ लोग कभी हंसते नहीं है. ഈ ഒരു ദൈവദാസനെ പ്രകാരം പറഞ്ഞത് ഒരു ചിന്തക്കായിട്ട് പറയാം. एक पास्टर ने इस प्रकार जो कहा अब याद आता है. അദ്ദേഹം പറഞ്ഞു, ജീവിതത്തിൽ ഒരിക്കലും ചിരിച്ചു കാണാത്തവർ എപ്പോഴെങ്കിലും ഒന്ന് ചിരിച്ചാൽ, जीवन के अंदर कभी भी ना हंसने वाले अगर जीवन में कभी एक बार अगर हंस दिए तो അങ്ങനെയുള്ളവർ എനിക്ക് ഭയങ്കര ഭയമാണെന്ന് അദ്ദേഹം പറഞ്ഞു. ऐसे लोगों को मुझे बहुत डर है करके उन्होंने कहा. കാരണമുണ്ടോ? कारण है അങ്ങനെ ചിരിക്കുന്നവരുടെ അന്ത്യം പിന്നെ ഹോസ്പിറ്റലിലായിരിക്കും. क्योंकि ऐसे हंसने वालों की अंत हॉस्पिटल में होता है. നിങ്ങൾക്ക് മനസ്സിലായില്ല എങ്കിലൊന്നും മനസ്സിലാക്കി തരാം. समझ में नहीं आया तो समझाएं. ജീവിതത്തിൽ ഒരിക്കലും ചിരിക്കാതെ ചിരിച്ചു തുടങ്ങിയാൽ അവർക്ക് ഭ്രാന്ത് പിടിച്ചെന്ന് അർത്ഥം. जीवन के अंदर ना हंसने वाले अगर हंसने लगे तो उसका मतलब है उसको पागलपन है. അതുകൊണ്ട് ജീവിതം സന്തോഷിക്കുക. तो जीवन में आनंद मनाओ. പരാജയത്തിനകത്ത് നീ കടക്കുവാനല്ല ദൈവം നിന്നെ വിളിച്ചത്. पराजय के अंदर रहने के लिए परमेश्वर तुम्हें नहीं बुलाया. പൗലോസ് അപ്പോസ്തലൻ റോമർക്കെതിരെ എഴുതി പറയുന്നു, we are more than conquerors through Jesus Christ who loves us. पौलुस ने रोमियो की पत्रिका में इस प्रकार कहा कि हमें और आप प्रभु यीशु के सामर्थ्य के जरिए जयवंत से भी जयवंत है. നമ്മൾ ജയശാലികളാണ്, തോറ്റവരല്ലോ. हम जयशाली लोग हैं. എന്ന് പറഞ്ഞാൽ യേശു പറഞ്ഞു, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു, ഞാൻ ജീവിതത്തിന്റെ അവസാനത്തോളം നിന്നോട് കൂടെ ഇരിക്കും. यीशु ने कहा कि हम जीवन के अंत तक तुम्हारे साथ रहेंगे. അടുത്ത ഒരു കാര്യം കൂടെ പറയട്ടെ. अगला एक और बात बोल दो. ഏതു നിമിഷം നിങ്ങൾ എന്ന വ്യക്തി ഒരു പരാജയമെന്ന് തോന്നുന്നുവോ, जिस समय पर आपको लगता है कि आप एक व्यक्ति पराजित हो गए हैं, അന്നേരമാണ് നിങ്ങൾക്ക് തോന്നുന്നത് എനിക്ക് മരിച്ചാൽ മതിയെന്ന്. उस समय पर आपको लगता है कि मैं हार जाने से अच्छा होगा. ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം 19:4, ഫസ്റ്റ് കിങ്സ് ചാപ്റ്റർ 19 വേഴ്സ് നമ്പർ 4. ഒന്ന് ശ്രദ്ധിച്ചു കേൾക്കണം. पहली राजाओं का पुस्तक 19वीं अध्याय उसका 4वीं आयत. परंतु वह स्वयं जंगल में एक दिन के मार्ग पर जाकर एक झाऊ के पेड़ के तले बैठ गया. वहां उसने यह कहकर अपनी मृत्यु मांगी, हे यहोवा. മൃത്യു മാങ്ങി. ആ പദം വളരെ ശ്രദ്ധിച്ചോളണം. वो शब्द को जरा ध्यान करने. ഒരു ദിവസത്തെ വഴി ചെന്നൊരു ചുരച്ചെടിയുടെ തണലിരുന്ന് മരിപ്പാൻ ഇച്ഛിച്ചു. He decided to die. മരിപ്പാൻ ഇച്ഛിച്ചു. मरने के लिए उसने इच्छा किया. എന്നിട്ട് പറഞ്ഞു, ഇപ്പോൾ മതി യഹോവേ, എന്റെ പ്രാണനെ എടുത്തുകൊള്ളണമേ. അബ്ബാസ് കാഫികെ മേരി പ്രാൺ ഗു ലേലെ. മരിക്കുവാൻ ഇച്ഛിക്കുന്ന
ഏലിയാവെന്ന ശക്തനായൊരു പ്രവാചകൻ. मरने के लिए इच्छा रखने वाली एलिया नाम की एक शक्तिशाली भविष्यवक्ता. ആ കാലഘട്ടത്തിൽ ദൈവം അതിശക്തമായി ഉപയോഗിച്ച ഒരു ദൈവത്തിന്റെ അഭിഷിക്തദാസ്. उस समय पर परमेश्वर ने उपयोग किया हुआ एक परमेश्वर की अभिषिक्त. ഏതോ ഒരു നിമിഷത്തിൽ താൻ പരാജയമായോ എന്ന് ചിന്തിച്ചു പോയ ദുർബലമായ നിമിഷത്തിൽ, कोई एक समय पर जीवन के अंदर क्या वो पराजित हो गए करके सोचने वाली എന്റെ अवस्था. ശുശ്രൂഷ പരാജയമായി പോയോ എന്ന് ചിന്തിച്ചു പോയ നിമിഷത്തിൽ, मेरा सेवकाई पराजित हो गया करके सोचने वाली एक अवसर. ഇന്ന് ശുശ്രൂഷയിൽ പരാജയം അനുഭവിച്ചുകൊണ്ട് ഞാൻ തീർന്നു, ഇനി എനിക്ക് മുൻപോട്ട് പോകുവാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞെന്നെ കേൾക്കുന്ന ആരൊക്കെയോ ഉണ്ടെന്ന് പകലെന്ന് ആത്മാവ് ഇടപെടുകയാണ്. परमेश्वर की आत्मा कहता है सेवकाई के अंदर थकावट को अनुभव करते हुए मुझसे नहीं होगा करके बोलने वाले कई सारे सेवक लोग मुझे सुन रहे हैं. കുടുംബ ജീവിതത്തിനകത്ത് തകർന്നു, ഇനി ഞങ്ങൾക്ക് മുൻപോട്ട് പോകുവാൻ കഴിയത്തില്ല, മരിച്ചാൽ മതി എന്ന് മാത്രം ആഗ്രഹിക്കുന്ന ഏതൊരു സഹോദരനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. पारिवारिक जीवन के अंदर मुझसे नहीं हो पाएगा, ये काफी है, ये जीवन में थक गई करके बोलने वाले एक बहन मुझे सुन रही है. എപ്പോഴും ഞാൻ പരാജയപ്പെട്ടു, मैं पराजित हो गई, ഇനി ഇത് ശരിയാകത്തില്ല, ये ठीक नहीं होगा, ഇനി ഒരിക്കലും ശരിയാകത്തില്ല, ये कभी भी ठीक नहीं ഇനി होगा, എനിക്ക് വിജയിക്കുവാൻ കഴിയത്തില്ല मैं विजय क्यों नहीं बढ़ सकता. എന്ന് പറഞ്ഞ് നിരാശയിലായി ऐसे निराशा में മരിക്കുവാൻ ഇച്ഛിക്കുന്ന ജീവിതമേ, मरने के लिए इच्छा करने वाला जीवन, എന്ന് ഞാൻ പറയട്ടെ, मैं आपसे कहूं അവിടെ ദൂതൻ ഇറങ്ങിയതുപോലെ, वहां पे जैसे स्वर्ग दूत उतरा, അവിടെ ദൂതൻ ഇറങ്ങി തന്നെ തട്ടിയതുപോലെ, जैसे स्वर्ग दूत उतर को उसको ഇന്ന് छुआ, പകൽക്കാലം ഒരു ദൂതന്റെ സ്പർശന, एक स्वर्गीय दूत का स्पर्श, ഒരു ദൈവിക സ്പർശന स्वर्गीय स्पर्श താങ്കളായിരിക്കുന്ന മണ്ഡലത്തില്, आप रहने वाले जगह താങ്കളുടെ पर, ഭവനത്തിനകത്ത് आपके घर में ഇന്ന് മുതൽ താങ്കൾ അനുഭവിക്കുകയാ. आप अनुभव कर रहे ആ हो. ദൂതന് പറയുവാൻ ഒരു ദൂതുണ്ട്. और स्वर्गीय दूत को बोलने वाली एक ആ वाणी ദൂത് എന്താണെന്ന് അറിയാമോ? क्या है मालूम है. ഇവിടം കൊണ്ട് അവസാനിച്ചില്ല, यहाँ पे खत्म नहीं होता, ഇവിടം കൊണ്ട് തീർന്നില്ല. यहाँ पे खत्म नहीं होता. അഭിഷിക്ത, हे अभिषेक, അഭിഷിക്തയെ, हे अभिषेक, ഏ സഹോദര, हे भाई, സഹോദരി, बहन, മാതാവേ, കുഞ്ഞേ, माता पिता, നിനക്കൊരു ദൂര യാത്രയുണ്ട് तुम्हें एक यात्रा है. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ बोलने से ഇവിടം കൊണ്ട് നിന്റെ അവസാനമല്ല, ये तुम्हारा अंत नहीं, ഇതിലും വലിയത് നിനക്ക് നിന്നിൽ കൂടി ദൈവം ചെയ്യിച്ചെടുക്കുവാൻ ആഗ്രഹിക്കുന്നു. इससे भी बढ़कर परमेश्वर तुमसे कुछ करना ഈ चाहता है. പരാജയത്തെ അംഗീകരിച്ചു കൊടുക്കരുത്, तुम ये पराजय मत हार लो, ഈ തോൽവി സമ്മതിച്ചു കൊടുക്കരുത്. तुम इसको मत मानो. പക്ഷെ ഇന്ന് പകൽക്കാലം പറ, लेकिन आज बोलो सुबह, ദൂതൻ തട്ടി എഴുന്നേൽപ്പിക്കുമ്പോൾ जब स्वर्ग दूत तुम्हें उठाए, അവൻ എഴുന്നേൽപ്പിച്ചു കൊടുത്തത് സ്വർഗത്തിൽ ചുട്ട അടയും വെള്ളവുമാണെങ്കിൽ, उसने अगर उसे उठाकर स्वर्ग की अगर रोटी दिया है तो ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ വചനവും പരിശുദ്ധാത്മാവിന്റെ ശക്തിയോ आज सुबह परमेश्वर का वचन और पवित्र आत्मा का सामान ഒരുപോലെ നിങ്ങൾ വ്യാപരിക്കട്ടെ. अरे ऊपर व्यापार करे. നിരാശ മാറിപ്പോകട്ടെ, निराशा दूर हो, നിരാശ മാറിപ്പോകട്ടെ. निराशा दूर हो, യേശുവിന്റെ നാമത്തില്, यीशु के नाम से, യേശുവിന്റെ നാമത്തില്, यीशु के नाम से Come on, get up. खड़े हो जाओ, എഴുന്നേൽക്കുക, खड़े हो जाओ, എഴുന്നേൽക്കുക, खड़े हो जाओ, എഴുന്നേൽക്കുക. खड़े हो ഒരു जाओ. ദൂരയാത്ര നിനക്കുണ്ട്. एक यात्रा है तुम्हारे लिए. സകമാന സകയ ദുരകമാന. ഒരു പുതിയ ആരംഭം ദൈവം കുറിക്കുകയാ. एक नया आरंभ परमेश्वर तुम्हारे जीवन में करता है. ഒരു പുതിയ ആരംഭം കുറിക്കുകയാ. नया आरंभ परमेश्वर करता है. പരാജയം 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 മാത്രം എഴുതി വെച്ചിരുന്ന ആ കടലാസുകൾ കീറിക്കളയ യേശുവിന്റെ നാമത്തിലാ. पराजय पराजय लिखा हुआ उस पेपर को फाड़ फेंको. എന്നിട്ട് പറ വിജയ. उसके बाद बोलो विजय. ഇന്ന് മുതൽ ഞാൻ വിജയത്തിന്റെ ചവിട്ടുപടികൾ കയറിയിരിക്കും. आज से मैं विजय की ओर बढ़ूंगा. കാരണം എന്റെ കൂടെ യഹോവയുണ്ട്, कि मेरे साथ यहोवा है, എന്റെ അകത്ത് ദൈവത്തിന്റെ വചനമുണ്ട്, मेरे अंदर परमेश्वर का वचन है, എന്റെ മേൽ അവന്റെ അഭിഷേകമുണ്ട്. मेरे ऊपर उसका अभिषेक है. യേശുവിന്റെ നാമത്തിലോ यीशु के नाम से ഞാൻ മതിലുകളെ ചാടിക്കടക്കും. मैं दीवारों को लाम दूंगा निश्चय. ശകമാന. പരാജയം സമ്മതിച്ചു കൊടുക്കരുത്. पराजय को मत मानो. നിങ്ങൾ പരാജയപ്പെട്ടു എന്ന് നിങ്ങൾ ചിന്തിക്കരുത്, നിങ്ങൾ ചിന്താമണ്ഡലത്തിൽ അതിനെ കയറ്റരുത്. आप पराजित हो गए करिए चिंता मत करो. आपकी चिंता में ये, आपके सहन में ये नहीं आने दे. താങ്കൾ എന്ന വ്യക്തിത്വം ഒരു പരാജയമല്ല. आप रहने वाला व्यक्ति एक पराजय नहीं हो. ഒരു പക്ഷേ ഞാൻ പറയട്ടെ, ഒരു ബിസിനസ്സിൽ തങ്ങൾ പരാജയപ്പെട്ടിരുന്നിരിക്കാം. बिजनेस में शायद आप पराजित हो गए होंगे. കുടുംബ ജീവിതത്തിൽ ഒരു പക്ഷേ തങ്ങൾ പരാജയം शायद അനുഭവിക്കുന്നുണ്ടായിരിക്കാം. आप पारिवारिक जीवन में पराजय को अनुभव करने वाले होंगे. മിനിസ്ട്രിയിൽ തങ്ങൾ പരാജയം അനുഭവിക്കുന്നുണ്ടായിരിക്കാം. शायद सेवकाई में आप पराजय अनुभव कर रहे वाले होंगे. ഇന്ന്
നിങ്ങളെ തന്നെ ദൈവവചനത്തിന് മുൻപിൽ യേശുവിന്റെ കരങ്ങളിൽ സമർപ്പിക്കുവാൻ लेकिन തയ്യാറാകുന്നു. आज अपने आप को परमेश्वर यीशु के सामने समर्पण करने पाए. ഇന്ന് നിങ്ങൾ പറയുവാൻ തയ്യാറാകുന്നുവോ? क्या आज आप बोलने के लिए तैयार हैं? എന്റെ പരാജയത്തെ വിജയമാക്കുന്ന मेरे ദൈവം. पराजय को विजय में बदलने वाला. ഞാൻ അവന്റെ കരങ്ങളിലേക്ക് പൂർണ്ണമായി എന്നെ സമർപ്പിക്കും. मैं अपने आप को उसके हाथ में दे देता എന്റെ हूँ. ജീവിതത്തെ, എന്റെ കുടുംബത്തെ, എന്റെ ബിസിനസ്സിനെ, എന്റെ ശുശ്രൂഷ, എന്റെ സഭ, എന്റെ കുഞ്ഞുങ്ങളെ मेरे बच्चे, मेरे कलीसिया, मेरे जो भी मेरा है मैं उसको दे देता हूँ. ഞാൻ യേശുവിന്റെ കരങ്ങളിൽ കൊടുക്കുക. यीशु के हाथ में देता हूँ. അവൻ എന്റെ പരാജയത്തെ വിജയമാക്കും. वो मेरे पराजय को विजय में